അംഗീകരിച്ചിട്ടില്ല എന്നെങ്കിൽ ഏപ്രിൽ മുതൽ പിന്നെ മാർച്ച് 30 അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഏപ്രിൽ മുതൽ ശമ്പളമോ മറ്റ് ഏതൊരു വിധമായിട്ടുള്ള ധനവിനിയോഗം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം യാന്ത്രികമായ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി പിന്നെ അതിനെ ഒരു യാന്ത്രികത അടിസ്ഥാനത്തിൽ തന്നെ ധനകാര്യമല്ലല്ലോ അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, പക്ഷേ ഇപ്പോൾ ആസൂത്രണത്തിലെ ബഡ്ജറ്റിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ, യാന്ത്രികമായിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുക അല്ലല്ലോ. അതെ, സാറ് പറഞ്ഞത് അത് 100% ശരി. ഞങ്ങൾ ഈ പഞ്ചായത്തിൽ വരുമ്പോൾ നടന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയാണെങ്കിൽ അത് തിരുത്തുകയല്ലേ വേണ്ടത്? പ്ലാൻ ശരിക്കും നമുക്ക് വരുന്നത് ഒരു ജൂലൈ ഒക്കെ ആവും ശരിക്കും നമുക്ക് നടപ്പിലാക്കി അംഗീകരിച്ച് വരുന്നതിലേക്ക് വേണ്ടി. അങ്ങനെ വന്നിട്ട് പിന്നെ കിട്ടുന്ന സമയം വളരെ പരിമിതമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പദ്ധതികൾ വണ്ണം വിനിയോഗിക്കുന്നതിലേക്ക് കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് യാന്ത്രികമായി പെട്ടെന്ന് ഗ്രാമസഭ വിളിക്കുന്നു, പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ശരിക്കും നല്ല പ്രോജക്റ്റുകൾ ഉയർന്നു വരുന്നില്ല. ഞങ്ങൾ ഈ ബഡ്ജറ്റ് പ്രോസസ്സിങ്ങിനെ രണ്ടിനും കൂടെ ക്ലബ്ബ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഞങ്ങൾ നവംബറിൽ ഈ പ്രോസസ്സിങ് തുടങ്ങി. നമ്മൾ ഞങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും താഴെ അതിൻ്റെ ഗ്രാസ് റൂട്ട് മുതൽ തുടങ്ങുകയാണ്. അത് മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾക്ക് ഒരു ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ ഇതെല്ലാം പ്രോസസ്സിങ് നടക്കാൻ കഴിയും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മാർച്ച് 30 പദ്ധതി നിർവഹിച്ചു കഴിഞ്ഞാൽ ഏപ്രിലിൽ തന്നെ പദ്ധതി സമർപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഇതിലൂടെ കഴിയും. അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിനെ മാത്രം ഫേസ് ചെയ്താൽ മതിയാവും. ഈ പ്ലാൻ എന്നുള്ള രണ്ടാമതൊരെണ്ണം എടുക്കേണ്ടല്ലോ. ബഡ്ജറ്റിൽ തന്നെ പ്ലാൻ എന്ന ഇന്റഗ്രേറ്റ് ചെയ്ത് സംഗതി ഒറ്റ ഇതായിട്ട് അത് വളരെ നല്ല സംഗതി തന്നെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ ബഡ്ജറ്റിംഗ് പ്രോസസ്സിന്റെ തുടക്കവും ഗ്രാമസഭയിൽ നിന്നായിരിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ ഓരോ ബഡ്ജറ്റ് റൗണ്ട് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിന് എന്ത് സംഭവിച്ചു, അതിലേതെല്ലാം പ്രോജക്റ്റ് നടപ്പാക്കി, എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് അവിടെ നടക്കേണ്ടതുണ്ട്. അതൊരു അക്കൗണ്ടബിലിറ്റിയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ മുമ്പിൽ സഭകളുടെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടത് അതിവിടെ നടക്കുന്നുണ്ടോ? ഉണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഇത് വന്നപ്പോഴാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൊണ്ട് അവതരിപ്പിച്ചിട്ട് വരുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇത് ഇന്നത് കിട്ടിയില്ലല്ലോ, അത് എന്ത് നിങ്ങൾ നടപ്പിലാക്കി പദ്ധതി വെച്ചല്ലോ കിട്ടിയില്ലെന്നോ കർഷകന് പറയാൻ പറ്റും, മറ്റുള്ളവർക്കും പറയാൻ പറ്റും, സ്കൂൾ വിദ്യാഭ്യാസ സമിതി പറയാൻ പറ്റുന്നു. അപ്പോൾ അവർക്ക് അതിന് മുമ്പ് തന്നെ ഒരു തയ്യാറെടുപ്പോട് വരാൻ പറ്റും. മറ്റത് യാന്ത്രികമായി പോകുന്നു സാർ. അവിടെ വന്നിട്ട് വീണ്ടും വരുന്നൊരു അടിസ്ഥാന ഇഷ്യൂ, ഇതൊക്കെ നടക്കേണ്ട വേദിയായിട്ടാണ് ഗ്രാമസഭയെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ ഗ്രാമസഭ ഫലപ്രദമല്ല, അതുകൊണ്ട് മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നു എന്നാണോ? അല്ല, ഗ്രാമസഭ ഫലപ്രദമാവണമെങ്കിൽ ഈ രീതിയിൽ കഴിഞ്ഞ് നടക്കുന്ന ഗ്രാമസഭയിൽ ഇത്തരം നടക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. ശരി, അതുകൊണ്ടാണ് നമ്മൾ അത് ലക്ഷ്യമിട്ടത്. ഗ്രാമസഭ ഒരിക്കലും നമ്മൾ നിഷേധിക്കില്ല, അത് തന്നെയാണ് ശക്തി. ലാംഗ്വേജ് ലാബിനെ പറ്റിയിട്ട് കൂടി കുറച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഏതെല്ലാം തരം ഭാഷകൾ അവിടെ? ലാംഗ്വേജ് ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ മറ്റു ഭാഷകൾ പഠിക്കുന്നതിൽ ഇപ്പോൾ മലയാളം നന്നായി പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു നടപടി ആണ് നമ്മൾ പഞ്ചായത്ത് ശക്തമായി എടുക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഭാഷകളിലും കുട്ടികൾക്ക് നന്നായി സംസാരിക്കാനും അതുപോലെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള വേദി ഒരുക്കുന്നത്. ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഭാഷകൾ കൂടെ ഇവർക്ക് പഠിക്കുന്നതിലേക്ക് വേണ്ടി ഇതിന് പ്രത്യേകിച്ച് ഒരു സംവിധാനം എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്തിലെ എത്ര കുട്ടികൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ഇപ്പോൾ നമുക്ക് അവിടെ ഏകദേശം നമ്മളിപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ കുറച്ച് ഇതിനെ മോഡലായിട്ട് ഒരു മാതൃകയായിട്ട് കുറച്ച് കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെടുത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ സ്കൂളുകളിലും താഴത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അടക്കം ഇത് കിട്ടണം. അതിന് പ്രത്യേകിച്ച് ഒരു സ്ക്രീനിങ് വേണ്ടാത്ത രീതിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും കിട്ടണം, പാവപ്പെട്ട കുട്ടികൾക്ക് അടക്കം കിട്ടണം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ടെലിവിഷനിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, അതിൽ വിശ്വാസമാണ്. ഈ ലേബർ ബാങ്കിൻ്റെ ഇപ്പോൾ എത്ര വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്? ഇതിപ്പോൾ നമ്മൾ ഏകദേശം 8 മാസം ആയതേ ഉള്ളൂ. 8 മാസമായി. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എത്ര ലേബറേഴ്സ് ഈ ബാങ്കിൽ അവരെ ലേബർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അതായത് ലേബർ എത്ര പേരുടെ ലേബർ അവൈലബിളാണ്? ഒരു 600-നകത്ത് 574 ഒക്കെ വരും. ഒരു 600-നകത്ത് ലേബർമാരുടെ സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വർക്ക് അലോട്ട് ചെയ്യുന്ന ആരാണ്? വർക്ക് നമ്മൾ അവരുടെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജനകീയമായിട്ടുള്ള ഈ കർഷക തൊഴിലാളികളുടെ പ്രതിനിധികൾ ചേർന്നിട്ടുള്ള ഒരു സമിതിയുണ്ട്, 15 പേരുള്ള സമിതിയുണ്ട്. അപ്പോൾ അവരിരുന്ന് വിശകലനം ചെയ്ത് അത് ആവശ്യപ്പെടുന്ന അനുസരിച്ച് കൊടുക്കുന്നു. ഫസ്റ്റ്. അപ്പോൾ അവർക്ക് ഒരു വർഷത്തിൽ എത്ര ദിവസം ജോലി നമുക്ക് കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു ശരാശരി ഒരു 80 ദിവസത്തെ പണിയൊക്കെയാണ് ഒരാൾ മാക്സിമം ചെയ്തിട്ടുള്ളത്. ഈ 8 മാസത്തിനകത്ത് കിട്ടിയിട്ടുള്ളത് 8 മാസത്തിനുള്ളിൽ 80 പണിയാണ് മാക്സിമം കിട്ടിയത്. അവരുടെ സാലറിയൊക്കെ ആരാ കൊടുക്കുന്നത്? അത് നമുക്ക് അവിടെ ഈ ഒരാളിപ്പോൾ എനിക്ക് പുരയിടമുണ്ടെങ്കിൽ ഞാൻ ഒരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ ഇവിടെ അടച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് നേരിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് വേറെ ഒരു ഇടല്ല. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ കൃഷിക്കാരൻ പണം SCDC നേരത്തെ അടയ്ക്കണമോ?
നേരത്തെ അടയ്ക്കണമോ? അല്ല അത് പണി അവരുമായിട്ട് എഗ്രിമെന്റ് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കും, എന്നിട്ട് ലേബർ കോൺട്രാക്ട് അല്ല, പൂർത്തീകരിച്ചിട്ടാണ്. ഇതെല്ലാം ചില മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചില സ്വപ്നങ്ങളാണ്. നിങ്ങൾ യാഥാർത്ഥ്യമായി നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടേൺ ഓവർ എത്ര, അതായത് ഈ 8 മാസത്തിനുള്ളിൽ എത്ര കൃഷിക്കാർക്ക് നമുക്ക് സേവനം നൽകാൻ കഴിഞ്ഞു, അതും എത്ര ലക്ഷം രൂപയുടെ സേവനം നൽകാൻ കഴിഞ്ഞു. ഇങ്ങനെ അറിഞ്ഞാലേ ബാങ്കെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ അന്നത്തെ കണക്ക് അന്നന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചിട്ടില്ല അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കെന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയുമോ? യെസ്, അതിൻ്റെ സാർ ഇതിൻ്റെ എല്ലാ ഓഡിറ്റും കാര്യങ്ങളും ഇതേ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കണക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ് സാർ. അതിൻ്റെ ഉദ്ദേശം എത്ര ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും 8 മാസത്തിനുള്ളിൽ, എത്ര കൃഷിക്കാർക്ക് നമുക്ക് സേവനം നൽകാൻ. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഈ ലേബർ ബാങ്കിൻ്റെ പ്രവർത്തനം കൊണ്ട് എത്ര കാർഷികോൽപാദനം ഉണ്ടായെന്ന് ഞാൻ ചോദിക്കുന്നില്ല, മറ്റു സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഒരു 10-15 രൂപയിടയ്ക്ക് ലക്ഷം രൂപയുടെ വർക്ക് നടന്നു. ഒരു 20 ലക്ഷം രൂപയുടെ നടന്നു ലേബർ അതെ കൊടുക്കാൻ സാധനം. ഈ ലേബർ ബാങ്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ കൃഷിക്കാർക്ക് ഇത്രയും ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു? ഇല്ല, ഇപ്പൊ ഈ ഇത് വന്നതിന് ശേഷം നമ്മുടെ ഏരിയ തന്നെ കൂടി, കൃഷിക്കാരത്തിനും ലേബർ ഒന്നും യൂട്ടിലൈസ് ചെയ്യത്തില്ലായിരുന്നു. നമ്മുടെ ഏരിയ കൂടി. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്. നിങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ എന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ ആളുകളില്ല, വിശ്വസിച്ച് ജോലിക്കാരെ അയച്ചു കൊടുക്കാൻ ഒരു ഏജൻസി ഇല്ല. അത് നിങ്ങൾ സാധ്യത പറഞ്ഞു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. ഈ ബാങ്ക് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വളരെ നല്ല കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ധീരമായ പരീക്ഷണങ്ങളാണ്, ധീരമായ മാതൃകകളാണ് പഞ്ചായത്തുകൾ ട്രൈ ചെയ്യേണ്ടത്. നിങ്ങളിതിൻ്റെ 1 വർഷമാകുമ്പോൾ ഇത് സംബന്ധിച്ച കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഓഡിറ്റഡ് ഡീറ്റെയിൽസ് നിങ്ങൾ വെക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്, ഇതിന് കുറച്ചുകൂടെ സുതാര്യതയുണ്ട്, കുറച്ചുകൂടെ സുസ്ഥിരത നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയും വലിയൊരു പഞ്ചായത്ത്, ഇത്ര ഏരിയ വൈസ് 104 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പഞ്ചായത്തിലെ എങ്ങനെയാണ് ഈ പാർട്ടിസിപ്പേറ്ററി ആക്കാൻ സാധിക്കുന്നത്? 80% ഫോറസ്റ്റ് ആണ് നമ്മുടെ ഇതിൽ. 80%. ഓക്കെ, എത്ര ദിവസം എടുക്കും ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്? നവംബർ ഞങ്ങളിപ്പോൾ നവംബർ 15 തൊട്ട് തുടങ്ങി എന്ന് വെച്ചാൽ അതിന് എല്ലാ തരത്തിൽ പോകണം. നവംബർ 15 തൊട്ട് തുടങ്ങി ഫെബ്രുവരിയോട് കൂടി ഞങ്ങൾക്ക് അത് എല്ലാ വർക്കിംഗ് ഡേയ്സ് ആണോ, അത് നമ്പർ ഓഫ് ഡേയ്സ് വൈസ് എത്ര എന്നുള്ള 120 ദിവസം നമ്മൾ ഫുൾ ടൈം ഇതിനായിട്ട് ചെലവഴിച്ചാൽ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതൊരു ബാധ്യതയായിട്ട് വരുന്നില്ല, ഇതിന്റെ ഇടയിൽ കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് അതിൽ വേറൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. ഈ പ്രോസസ്സ് നടത്താനായിട്ട് നിങ്ങൾക്ക് എവിടുന്നാ നിങ്ങൾ ഈ ഫണ്ട് എടുക്കുന്നത്? ഇതിന് ഫണ്ട് വേണ്ട, ഒന്നും വേണ്ട, ഫണ്ട് വേണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ ഞങ്ങൾ ഇത്രയും താമസം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനൊക്കെ മറ്റു പെട്ടെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അതിനുള്ള കണ്ടെത്തൽ നടത്തണം, എവിടെന്നെങ്കിലും പൈസ കണ്ടെത്തണം എന്നുള്ള രീതിയിലുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷയം വരുന്നതേ ഇല്ല, പൈസ ഒരു ചിലവും വരുന്നില്ല. ഇപ്പം ഞങ്ങളിങ്ങനെ പങ്കാളിത്ത ബഡ്ജറ്റ് നടത്തിയുകൊണ്ട് ഈ മറ്റ് പലരുടെയും കഴിവുകൾ നമുക്ക് സൗജന്യമായി പഞ്ചായത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞു. അതാണ് ഞങ്ങൾ മനുഷ്യ വിഭവശേഷി വികസന കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ അതിശയിച്ചു പോകുന്നു. ഞങ്ങളിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, വളരെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഇത് വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ആളുകൾ അത്രയും അധികം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും സൗജന്യമായി കൊടുക്കുന്ന, ഇപ്പോൾ അവരുടെ വിശ്വാസ കേന്ദ്രങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം അവരുടെ അവധി ദിവസങ്ങളിൽ, ജോലിയുള്ള ഒരു അവധി ദിവസങ്ങളിൽ പോലും വന്ന് ഇവിടെ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനും എടുക്കാനൊക്കെ കാണുമ്പോൾ സത്യത്തിൽ അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് വരുന്നതിൽ നമുക്ക് അവരുടെ തന്നെ അസൂയ തോന്നുന്നു. മൊത്തം ജനസംഖ്യയിലെ എത്ര ശതമാനം ആദിവാസികളുണ്ട്? ആദിവാസികൾ മൊത്തം 183 കുടുംബങ്ങളാണ്. ആദിവാസികൾ 183 കുടുംബങ്ങൾ. ഇവരിൽ എത്ര പേര് കാട്ടിനകത്താണ്? കാട്ടിനെന്ന് പറയുമ്പോൾ സാർ അവർ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്തുള്ള ഒരു രൂപമാണ്. അതെ, അതിൻ്റെ പക്ക കാട്ടിനകത്ത് എന്നുള്ള രീതിയിലല്ല സാർ, അതവർ അതിൻ്റെ ബൗണ്ടറിയിൽ അടുപ്പിച്ചാണ് കാട് തന്നെ. പക്ഷെ അത് അവിടെയൊക്കെ അവർക്ക് സ്ഥലം അനുവദിച്ച് അവിടെയൊക്കെ ക്ഷയിപ്പിച്ച് എടുത്ത് അവിടെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ പല ആദിവാസി ഊരുകളിലും ഈ റബ്ബർ പ്ലാന്റേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പായിരിക്കും അത് വെച്ച് കൊടുത്തിട്ടുണ്ടാവുക, റബ്ബർ ബോർഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ചൂഷണം നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ വെട്ടാനുള്ള അവകാശം വേറെ ആൾ ചെറിയ കാശ് കൊടുത്ത് കൊണ്ടുപോവുക, എന്നിട്ട് അങ്ങ് മരം തീരുന്നത് വരെ അങ്ങ് വെട്ടി കൊണ്ടുപോവുക. ആ തരത്തിലുള്ള ചില ചൂഷണം നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് ഇടപെടുന്നുണ്ടോ ഈ ചൂഷണത്തിനെതിരെ? നമ്മൾക്ക് അതിൽ അവരെ ചൂഷണം ചെയ്യുന്നത് അവിടുത്തെ കുടുംബനാഥനെയാണ് ഇവർ കയ്യിലെടുക്കുന്നത്. വെളിയിൽ നിന്നുള്ളവർ പുള്ളിക്ക് മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, വേറെ കാശ് പോലും കൊടുക്കൂല. അങ്ങനെ അതിലേക്ക് വിട്ടിട്ട് പുള്ളിയുടെ കൺസെൻറ്റോട് കൂടി അവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പഞ്ചായത്ത് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വ്യക്തികളെ ഞങ്ങൾ നേരിട്ട് പറഞ്ഞു, ഇതിൽ വേറെ ആണെങ്കിൽ നിയമപരമായിട്ട് കേസെടുക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. മറ്റേ ഈ യഥാർത്ഥ കൊടുത്ത മദ്യപിച്ച് നിൽക്കുന്ന ആളിനെയും
ഞങ്ങൾ ആ രീതിയിൽ അവരടുത്ത് ഇടപെട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടെടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇടപെട്ട് വീണ്ടെടുത്ത് ഞങ്ങളൊരു 4-5 കേസ് ഇതേപോലത്തെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്, പഞ്ചായത്തിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഉള്ളവർ അതിലേക്ക് കടന്നു വരുന്നില്ല സാർ. പിന്നൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഈ വനസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ചില മേഖലകളിൽ ഈ VSS അതുപോലെ EDC ഉണ്ട്. കാരണം നിങ്ങളുടെ തൊട്ടപ്പുറത്താണ് പേപ്പാറ വരുന്നത് അല്ലേ? പേപ്പാറയുടെ ഇതിനകത്ത് വരും. അപ്പോൾ EDC കാണും, VSS കാണും, വനസംരക്ഷണ സമിതികളുണ്ട്. ഇത് പഞ്ചായത്ത് എങ്ങനെയാണ് ഇതുമായിട്ട് സഹകരിക്കുന്നത്? വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ വരുന്നത്, എങ്കിൽ പോലും പഞ്ചായത്തിന്റെ റോൾ ഉണ്ട് അതിനകത്ത്. ആദിവാസി ക്ഷേമമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെങ്ങനെയാണ് സഹകരിക്കുന്നത് നിങ്ങൾ? ഇപ്പം ഞങ്ങളിപ്പോൾ നമുക്കിപ്പോൾ സർക്കാർ തന്നെ ഇപ്പോൾ കേരള ഗവൺമെന്റ് തന്നെ ഒരു സഹായം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വനാവകാശ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അത് നടപ്പാക്കാൻ കാര്യത്തിൽ പഞ്ചായത്തിന് വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് സാർ. അവിടെ നമുക്കിപ്പോൾ അത് വരുമ്പോൾ അവിടുത്തെ കമ്മിറ്റി കൂടുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയാനും അവർ ഇടപെടാനും അവരെ വന്നിരിക്കാനും ഒരു വേദി ഇരിക്കാനും സംസാരിക്കാനൊക്കെ നല്ലൊരു ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ VSSന്റെ കാര്യത്തിൽ പഞ്ചായത്ത് ഇടപെടുന്നുണ്ട്. പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. EDC ഉണ്ടാവും, VSS ഉണ്ടാവും. ഇവർ ഈ വനവുമായി ബന്ധപ്പെട്ടുള്ള കക്ഷി എല്ലാവരെയും നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരികയാണ് സാർ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഈ വേദിയിൽ കൊണ്ടുവന്ന് അവരടുത്ത് പറയാം. എന്ത് വിഷയമുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ഇടപെടാതെ പഞ്ചായത്തിനെയും കൂടെ അതിൽ ലിങ്ക് ചെയ്യാൻ പറ്റും സാർ. എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷിച്ച ഇതിനേക്കാൾ വളരെ ഗംഭീരമായിരുന്നു. ഒന്ന് ഇവിടെ പലരും സൂചിപ്പിച്ചുള്ളത് തന്നെ ജനകീയാസൂത്രണ പ്രസ്ഥാനവും പഞ്ചായത്തുകളും എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലേക്ക് ഇതിനെ ഒരു ചിത്രീകരിച്ചിരുന്ന രംഗമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇത്രയും അധികം ഹോംവർക്ക് ചെയ്ത് ഇത്രയും അധികം വർക്കുകൾ ചെയ്യുമ്പോൾ അത് ഒരാൾ നിഷേധിച്ച് പറയുന്ന ഒരു സമൂഹമായി മാറുന്ന, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് വന്നപ്പോൾ ഞങ്ങൾ വല്ലാതെ അതിൽ പിറകോട്ടടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കുറേയധികം കാര്യങ്ങൾ എന്തെല്ലാം കുറേ പഞ്ചായത്തുകളാണ് എല്ലാവരും ഓടിയെത്തുന്നത്. എല്ലാവരും അങ്ങനെ ഓടിയെത്തുന്ന ആ പഞ്ചായത്തിനെ ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേജുള്ളപ്പോൾ ഈ ഒരു ഗ്രീൻ കേരളയുടെ ഒരു പ്രയത്നം എന്ന് പറയുന്നത്, ഇതിന്റെ ആ ബ്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ പഞ്ചായത്ത് അവരുടെ മുമ്പിൽ തലകുനിക്കുകയാണ്. മാർക്സ് അറിയാനുള്ള സമയമാണ്. RVG മാഷ് 15-ൽ 13. 15-ൽ 13. 10-ൽ 8.5. 10-ൽ 8.5. 10-ൽ 8.5 മാർക്ക്. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന് 60-ൽ 51.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ആര്യനാടിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് AND സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. അകാരത്തിലാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് ആരംഭിച്ചത്. അടാട്ട് ഗ്രാമപഞ്ചായത്തായിരുന്നു ആദ്യത്തെ മത്സരാർത്ഥി. ഗ്രാമപഞ്ചായത്തുകളുടെ 1ാം റൗണ്ട് അവസാനിക്കുന്നതും അകാരത്തിൽ തന്നെ. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ആദ്യ അക്ഷരമാണ് ഗ്രീൻ കേരള എക്സ്പ്രസ്. സുസ്ഥിര വികസന ചിന്തകളുടെ പാഠശാല കൂടിയാണിത്. ഇനി നഗരങ്ങളുടെ വികസന കഥയുമായി അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാവിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാവിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.